ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻബോക്സ് ആണ്. ഇൻബോക്സ് എന്ന് പറയുന്നത് കസ്റ്റമർ ലൈവ് ചാറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ 24 hours വരെ നമുക്ക് കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഒന്നെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് മെസ്സേജ് അയച്ചതിന് ശേഷം ഇങ്ങോട്ട് പെർമിഷൻ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവർ 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺവേർഷൻസ് എക്സ്പേർഡ് എന്ന് കാണിക്കും. അപ്പോൾ വാട്സപ്പ് എല്ലാ API യിലും നമുക്ക് 24 hours നമുക്ക് ചാറ്റുള്ള ഓപ്ഷൻസ്, മാനുവൽ ചാറ്റുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇനി 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സാമ്പിൾ അയച്ചുതരാം. അപ്പം ഞാൻ റീപ്ലൈ ആയിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം. 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ്, ഞാൻ പറഞ്ഞ ഒരു ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലായിട്ട് ഇനി കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് കസ്റ്റമർ ചാറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് അയക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല എങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു യൂട്ടിലിറ്റി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂട്ടിലിറ്റി ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ആദ്യം. അപ്പം അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ടെംപ്ലേറ്റിൻ്റെ ഏരിയ എത്തുമ്പോൾ ഞാൻ പറയാം ടെംപ്ലേറ്റ് മെസ്സേജ് എങ്ങനെ അപ്ലോഡ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ടെംപ്ലേറ്റ് മെസ്സേജ് ഒരു കസ്റ്റമർ 24 hours നമുക്ക് ചാറ്റുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്ടിലിറ്റി മെസ്സേജ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും അതിൻ്റെ റിപ്ലൈ തരികയാണെങ്കിൽ നമുക്ക് ചാറ്റുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി മെസ്സേജ് ഇൻ കേസ് 24 hours എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ സെലക്ട് ചെയ്യുക. നമുക്ക് ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതായിരിക്കും ടെംപ്ലേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ വേരിയബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പേരും ഡേറ്റുമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഡേറ്റ് വെച്ചിട്ട് ഫോളോ അപ്പ് മെസ്സേജ് അയക്കുന്ന രീതിയിൽ ഒരു പേരും ഡേറ്റും സെറ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു ഇമേജും, ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഇമേജും ടെംപ്ലേറ്റ് ആയിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്ത ടെംപ്ലേറ്റ് ഇതാണ്. മോർ ഡീറ്റെയിൽസ്, ഇൻട്രസ്റ്റഡ്, നോട്ട് ഇൻട്രസ്റ്റഡ്, കോൾ ബാക്ക്, കോൾ നൗ, സൈൻ അപ്പ്, ഇത്രയും ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ കസ്റ്റമർ മോർ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് അവർ ചാറ്റ് ചെയ്യാനും അവർക്ക് മോർ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കോൾ ചെയ്യാനും ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ സെൻഡ് ടെംപ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇങ്ങനെ മെസ്സേജ് പോകും. അപ്പോൾ ആ കസ്റ്റമർ ഒന്നുകിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് മാനുവലായിട്ട് ചാറ്റുള്ള ഓപ്ഷൻസും അവൈലബിൾ ആവും. അത് പുറമെ നമുക്ക് ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആണോ നോട്ട് ഇൻട്രസ്റ്റഡ് ആണോ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് റീപ്ലൈയും കാര്യങ്ങളൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് കാണാൻ പറ്റും. കസ്റ്റമർ എന്തൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് റീപ്ലൈ പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓഫ് ചെയ്യാൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാത്ത മെസ്സേജ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടുന്ന് അസൈൻ ചെയ്യാത്ത ലീഡുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അസൈൻ ചെയ്ത ലീഡുകളാണ് ഇത് ഫുള്ള്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലീഡ്സ് ഒരു സ്റ്റാഫിന് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ ലീഡാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ആ ലീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻസ് കൊണ്ട് അവൈലബിൾ ആണ്. ടാഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടാഗ് കൊണ്ടുള്ള ഉദ്ദേശം. ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ മാനേജിൽ പോയിട്ട് ടാഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏതൊക്കെ ടാഗാണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ബിസിനസ്സിനും ഓരോ ടാഗ് ആയിരിക്കും. അപ്പോൾ ഇൻബോക്സിൽ പോയിട്ട് നമുക്ക് ആ ടാഗിൽ നമുക്ക് ആ കസ്റ്റമറെ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഫിൽറ്റർ അത് ഒഴിവാക്കുന്നതാണ്. ഈ കസ്റ്റമർ ഏത് ടാഗിലാണ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമർ അൺക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് അൺക്വാളിഫൈഡ് എന്നുള്ള ഇതിലോട്ടാണ് നമ്മൾ ഈ കസ്റ്റമറെ മാറ്റിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺക്വാളിഫൈഡ് ആയിട്ടെന്നുള്ള രീതിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവർ മാത്രം ഫുൾ അൺക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇവരെ മാത്രം ചാറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ മാത്രം ഫോക്കസ് കൊണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ടാഗ് നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ടാഗിൽ പറയുന്നത്. പിന്നെ നമുക്ക് ഈ കസ്റ്റമർ ഡാറ്റ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കോൺടാക്ട്സ് കണ്ടതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ കസ്റ്റമർ നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇൻബോക്സിലുള്ളത്.
പിന്നെ നമുക്ക് ഇമേജും കാര്യങ്ങളും അയക്കാൻ പറ്റും. അതുപോലെ ഇമോജി അയക്കാം, നമുക്ക് ഓഡിയോ അയക്കാം. ഓഡിയോ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അത് MP3 ആയിരിക്കും കസ്റ്റമർക്ക് കിട്ടുക. അത് എല്ലാ APIയിലും സെയിം ആണ്. MP3 ആയിട്ടായിരിക്കും കസ്റ്റമർക്ക് കിട്ടുക. സാധാ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പോലെയല്ല, MP3 ആയിരിക്കും നമുക്ക് കസ്റ്റമർക്ക് ഡാറ്റ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യാമ്പയിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.